ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫാണ്. ഡിസംബർ മാസമാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡിസംബർ വിഷ് ചെയ്യുന്നു. ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു മാസമാണല്ലേ. നല്ല തണുപ്പും മഞ്ഞും എന്താ പറയേണ്ടത്, കുറേ പ്രതീക്ഷകളും പിന്നെ ക്രിസ്മസിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് ഏത് മാസത്തേക്കാളും ഭയങ്കര പ്രത്യേകത നിറഞ്ഞൊരു മാസമാണ് ഡിസംബർ മാസം. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ക്ലൈമറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഡിസംബർ മാസം എന്ന് പറയുന്നത് കുറേ പുത്തൻ പ്രതീക്ഷകളും കുറേ നമ്മുടെ ഇയർ എൻഡിങ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരു വർഷം മുഴുവനും കടന്നു പോയി നമ്മൾ ഒരു വർഷത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ വന്നിരിക്കുകയല്ലേ. അപ്പോൾ 2024 എന്ന് പറയുന്നൊരു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വർഷമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഇതുവരെയും ഞാൻ ജീവിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് 2024 എനിക്ക് സമ്മാനിച്ചത്. കുറേ നല്ല കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറേ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളൊരു വർഷം തന്നെയാണ്. പക്ഷേ നമുക്ക് കുറേ കൂടി ലൈഫ് സീരിയസ് ആയിട്ട് എടുക്കാനും നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്കതെങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ നമ്മുടെ അടുത്ത് കാണില്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചൊരു വർഷം കൂടിയാണ്. ഓരോ വർഷവും ഓരോ കഥകൾ തന്നെയാണ് പറയാനുള്ളതെങ്കിലും ഈ ഒരു വർഷം എന്തുകൊണ്ടും ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വർഷമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വർഷം എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു 2024 എങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പലരും പുതുവർഷം ആകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനും മുന്നേയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 തുടങ്ങിയപ്പോഴേ ഞാനെടുത്തൊരു തീരുമാനമാണ് ഒരിക്കലും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ ചെയ്യില്ല എന്നുള്ളത്. കാരണം നമുക്ക് ഏതൊരു മൊമെൻറ്റിലാണോ നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടറിൽ മാറ്റം വരുത്തണമെന്ന് തോന്നുന്നത് അപ്പോൾ തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അല്ലാതെ നമ്മൾ ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ ഞാൻ ഈ ഒരു 2024 തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചോ അതൊക്കെ ഞാൻ മാറ്റി. അതിൻ്റേതായ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് തന്നെയാണ്. എൻ്റെ യൂട്യൂബിൻ്റെ ജേണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും വളരെ ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ അങ്ങനെ കഷ്ടപ്പെട്ടൊന്നും ഞാനങ്ങനെ ചെയ്യാനായിട്ട് നിന്നിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു വർഷമെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം വീഡിയോസ് ഇടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസ് ആകാനും പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചാനലിൽ ഇപ്പോൾ 1300ഓളം സബ്സ്ക്രൈബേഴ്സാണുള്ളത്. അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നമ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു വലിയൊരു നമ്പർ തന്നെയാണ്. 1300 പേര് എന്നെ ഫോളോ ചെയ്യാനുണ്ടെന്ന് പറയുന്നത് ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു 2024 നേടിയൊരു നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, പുതുതായിട്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ മൊമെൻറ്റിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള റിസൾട്ട് യൂണിവേഴ്സ് തന്നെ നമുക്ക് കൊണ്ടുതരുന്നതാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള അസൂയയും പകയും വിദ്വേഷവും ഒന്നും തന്നെ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കൊരു ലൈഫാണുള്ളത്. ആ ലൈഫ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ജീവിച്ച് തീർക്കുക. മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ വേണം. പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പല സിറ്റുവേഷൻസിലൂടെയാണ് പലരും കടന്നു പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഈ ഒരു വർഷമെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും എന്ത് ചെറിയ ആഗ്രഹമോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വീലർ ഓട്ടിക്കാനായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ബുക്സ് വായിക്കാനായിരിക്കും. എന്ത് ചെറിയ ആഗ്രഹമാണെങ്കിലും നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് നിങ്ങളെ ഇത്രയും പേര് പരിചയപ്പെടാൻ പറ്റിയത് തന്നെയാണ് ഞാൻ നേടിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ പുതിയൊരു വർഷത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോവുക, ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളത് നേടിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു PSC പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ടെസ്റ്റ് എഴുതാനായിരിക്കും, എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ Q&A ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ ഇട്ടിരുന്നാൽ മതി. കുറച്ച് പേര് ഇങ്ങനെ അതിൽ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത മാസമായിരിക്കും ഞാൻ Q&A വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുവരേക്കും സമയമുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് സാറ്റർഡേ, നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ചെന്നൈ സ്റ്റൈലിലുള്ള ദം ബിരിയാണിയാണ് വെക്കുന്നത്. ഞാൻ ദം ബിരിയാണി 1-2 തവണയാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ ഇത്തവണ ചെയ്തപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ കുറച്ച് പുതിന ഇലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നല്ല വലിയ തണ്ട് നോക്കിയിട്ട് വേരുള്ള പോർഷൻ നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ടെറസിൽ കൊണ്ടുപോയി ഗാർഡനിൽ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ലക്കി ബാമ്പുവിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇല്ലേ, ഇത് കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഒരു ദിവസം ഞങ്ങൾ മാളിൽ പോയപ്പോൾ, സ്പെൻസർ പ്ലാസ മാളിൽ പോയപ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ടുള്ള ലക്കി ബാമ്പു ആണ് ആ ഒരു ബ്ലൂ കളർ ബോട്ടിൽ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് വേരിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പോർഷനിലെന്ന് പറയുന്നത് സൺലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയ മണ്ണൊക്കെ മേടിച്ചതിന് ശേഷം മേലെ കൊണ്ടുവന്ന് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ടെറസിലേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് പോട്ടുകളൊക്കെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ 2 എണ്ണത്തിൽ ഇതുപോലെ മണ്ണ് മാത്രമേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാനിങ്ങനെ പുതിന വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളം കൂടി തളിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ചെടി വയ്ക്കുമ്പോഴും കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. പിന്നെ 1-2 കാട്ടു ചെടികളൊക്കെ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ എന്തിനാണ് വെറുതെ പറിച്ച് കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഈ വൈറ്റ് പൂക്കളുള്ള ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഞാനിതിവിടെ ഇങ്ങനെ ഒരു കയറ് വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാറ്റും മഴയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല, ഒരുപാട് ദിവസം അങ്ങനെ നിൽക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ അതിൻ്റെ ഭംഗി കാരണം കൊണ്ട് അതിനെ പറിച്ച് കളയാനായിട്ട് തോന്നാതെ അങ്ങനെ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നു. അപ്പോൾ ഹസ്ബൻഡും മോളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആമിക്ക് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. അങ്ങനെ അവൾ മേലെ വന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ സൈക്കിളൊക്കെ ഒന്ന് ഓടിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴെപ്പോഴും എൻ്റെ ഒരു പഴയ ഷോൾ എടുത്തിട്ട് അവളിങ്ങനെ സാരി ഉടുക്കുന്ന പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികളല്ലേ, അവർക്ക് പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അങ്ങനെ ഇതിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ആമിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ രാവിലെ തല കെട്ടുന്നത് കണ്ടിട്ട് അതേ ഹെയർ സ്റ്റൈൽ അവൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി കാണിച്ചിട്ട് അങ്ങനെ ഞാൻ കെട്ടിക്കൊടുത്താണ്. അത് പുള്ളിക്കാരിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയൊക്കെ കാണിച്ചു. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ ടെറസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ ചെടികളെയും പൂക്കളെയൊക്കെ നോക്കി നിൽക്കുമല്ലോ, അങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ തെറ്റി അല്ലെങ്കിൽ നിത്യകല്യാണി എന്ന് പറയുന്ന ഈ ഒരു പൂവ് കഴിഞ്ഞ ദിവസം എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത്, ഇത് ഷുഗറിന് നല്ലതാണ്, ഡയബറ്റീസ് കുറയുന്നതിന് വേണ്ടിയിട്ട് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ് അതിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ പണ്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആരും ഇതുവരെയും കേട്ടിട്ടൊന്നും ഇല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു പുതിയൊരു അറിവും കൂടി കിട്ടിയിട്ടുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് വന്നു. പിന്നെ നമ്മുടെ പുതിനയും തക്കാളിയും സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചെന്നൈ ബിരിയാണി ഒരു പ്രത്യേക സ്റ്റൈലാണ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി പോലല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് നാട്ടിലത്തെ ബിരിയാണിയേക്കാളും ഇവിടുത്തെ ബിരിയാണിയാണ് കുറച്ചും കൂടി ഈസി ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ പുതിന ഇലയുടെ തണ്ടൊക്കെ എടുത്ത് വേരുള്ള പോർഷൻ നോക്കിയിട്ട് നമ്മുടെ ഈ വേറൊരു ഗ്ലാസ് ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എന്തായാലും ഏത് ചെടി വെച്ചാലും വളർന്ന് കിട്ടും, ആ ഒരു ഉറപ്പിലാണ് ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നത്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ബോട്ടിൽ. പിന്നെ നമുക്ക് ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് പുതിനയിലയും മല്ലിയിലയും കൂടി നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പുതിനയിലയും മല്ലിയിലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ അരച്ചെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പുതിനയും മല്ലിയിലയും മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നതും. വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബിരിയാണിയിൽ ഇങ്ങനെ മുഴുവനായിട്ട് ഇലകൾ കിടക്കുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് തോന്നത്തില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കുറച്ചൊന്ന് കളർ ചേഞ്ച്, ഒരു പച്ച കളറിലുള്ള ഒരു ഷെയ്ഡിലായിരിക്കും നമ്മുടെ ഈ ഒരു ബിരിയാണി ഇരിക്കുന്നതും. പിന്നെ പുതിനയിലേക്കെല്ലാം നല്ല ഹെൽത്തി ആണല്ലോ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ അധികമായിട്ട് ചേർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അമ്മയാണ് പറഞ്ഞത്, എൻ്റെ നാത്തൂൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് അത്രേ. ഇതുപോലെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ ഓരോ വെളുത്തുള്ളിയായിട്ട് പൊളിച്ചെടുക്കുന്നതിനേക്കാളും ഒന്ന് ചതച്ച് എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് എടുക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് റീസെൻ്റായിട്ട് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി, ഞാനിപ്പോൾ തൽക്കാലം ചതച്ചാണ് എടുക്കുന്നത്. പിന്നെ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, 1 കിലോ ആണ് വാങ്ങിയത്. അതിൽ 1/2 കിലോ ആണ് നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. 1/2 കിലോ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടാണ് ബിരിയാണി ചെയ്യുന്നത്. വെറൈറ്റി റൈസൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു പാത്രമാണിത്. ഞാനിത് ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ മുന്നത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഞാനിത് ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അന്നിത് മേടിച്ചപ്പോഴത്തേക്കും റേറ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത്യാവശ്യം നമുക്ക് ഒരു 4 പേർക്ക് ഉള്ള ഫാമിലിക്ക് 2 നേരം കഴിക്കാനുള്ള ചോറൊക്കെ ഇതിനകത്ത് വേവും. അപ്പോൾ ഞാനിത് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും തക്കാളി സാദം, അതുപോലെ സാമ്പാർ സാദം, അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനാണ് എടുക്കുന്നത്. ദം ബിരിയാണിയൊക്കെ ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു പാത്രം. അതിൻ്റെ ഭംഗിയും കൂടെ കണ്ടിട്ടാണ് അന്നത് മേടിച്ചത്. അങ്ങനെ പാത്രം ചൂടായതിന് ശേഷം ഞാൻ ഗരം മസാലയൊക്കെ മുഴുവനോടെ എടുത്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് മുഴുവൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, പെരിഞ്ജീരകം, നല്ല ജീരകം, മുഴുവൻ കുരുമുളക്, പിന്നെ ബേ ലീഫ്, ഇത്രയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു സവാള ഉണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു സ്റ്റീൽ സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തത് കേട്ടോ. പിന്നീട് ഞാൻ ഈ ഒരു തടിയിലുള്ള സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഈസിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വഴറ്റിയത്. ഇനി നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മസാലകൾ ഇതിന് മതിയാവും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ നിറബറയുടെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി മാത്രം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിതിലേക്ക് പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു പുളിപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ മസ്റ്റാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ബിരിയാണി ചെയ്യുന്നത്. അവസാനമായിട്ട് നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മല്ലി, പുതിന ഇത്രയും ചേർത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോയി എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരുന്നത് വരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ബിരിയാണി ചെയ്യുമ്പോൾ 2 ലെഗ് പീസും അതുപോലെ തന്നെ എല്ല് ഉള്ള ഒരു ബോൺ വരുന്ന ഒരു പീസും പിന്നെ 2-3 അല്ലാത്ത പീസും ചേർത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് നമ്മൾ ചിക്കൻ പീസസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരുപാട് ചിക്കൻ പീസ് ചേർക്കുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ബിരിയാണിക്ക് എപ്പോഴും ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് നല്ലത്. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് അരിയാണ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. 1 ഗ്ലാസും ഒരല്പം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ 1.5 ഗ്ലാസ്സാണ് ചേർക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ കുക്കറിലല്ലല്ലോ വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും. ബാസ്മതി റൈസാണ് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലയും നെയ്യും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും പുതിനയിലയും മല്ലിയിലയൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. മറ്റേത് ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അടുക്കി പിടിക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവത്തുമില്ല. മീഡിയം ഫ്ലെയിമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇതിനിടയിൽ ഞാൻ എന്തായാലും ഈ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ എല്ലാം കൂടി വലിച്ചു വാരി ഇട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കൗണ്ടർ ടോപ്പ് ഇതുപോലെ ക്ലീൻ ചെയ്ത് തന്നെയാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറില്ല. അതുപോലെ തന്നെ പാത്രം കഴുകലും കൈയോടെ തന്നെ കഴുകി വയ്ക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തേക്ക് അങ്ങനെ മാറ്റി ഇടാറില്ല. പ്രത്യേകിച്ച് കിച്ചണിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നീറ്റായിട്ട് ജോലി ചെയ്യണം. കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ അങ്ങനെ വലിച്ചു വാരി ഇടാറേ ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കുറച്ച് ദിവസം മുന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രം കഴുകുന്ന ബേസിന് പകരം ഒരു റാക്ക് പോലത്തെ, അതായത് അഴികളുള്ള പാത്രം ഉണ്ടല്ലോ, അത് വെച്ചുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാസ്ക്കറ്റ്. അപ്പോൾ ഞാനും അത് കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് വെക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതിനകത്ത് തന്നെ വെള്ളം ഇങ്ങനെ തോർന്ന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത്. പക്ഷേ എപ്പോഴോ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് മാറ്റണം, മറ്റേ ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം മേടിക്കണമെന്നുള്ളത്. അത് സ്റ്റീലിലുള്ളത് മേടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉടനെ തന്നെ വാങ്ങണം. അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നത് ഓർമ്മ വന്നതാണ്. കുറേ നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്നൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രമെല്ലാം പെട്ടെന്ന് കഴുകി വെച്ചതിന് ശേഷം വന്നിട്ട് ചിക്കൻ ഫ്രൈയും കൂടി ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അയൺ കടായിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. ഇന്ന് നമ്മൾ ദം ചെയ്യുന്നുണ്ട് കേട്ടോ. ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു ബിരിയാണി ചെമ്പെടുത്ത് അതിൻ്റെ മേലെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇടണം. എൻ്റെ അടുത്ത് ഇപ്പോൾ വെയിറ്റ് ഒന്നും ഇടാനില്ലാത്തത് കൊണ്ട് നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുന്ന പാത്രം തന്നെയാണ്. അതും കൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ സലാഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അപ്പോൾ അതിനിടയിൽ നോക്കിയപ്പോഴത്തേക്ക് ആമി ഇവിടെ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ സ്കൂളിൽ മെഡിറ്റേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അവൾക്ക് അത് ചെയ്യാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഇരിക്കുമായിരുന്നു. പുള്ളിക്കാരി നേരത്തെ തന്നെ ഷോളൊക്കെ വിരിച്ചിട്ട് ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഞാനും ആമിയും ഹസ്ബൻഡും കൂടി കഴിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ടേബിളിലിരുന്നാണ് കഴിച്ചത്. അവളുടെ പെപ്പ പിഗ് കാർട്ടൂണും ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നമ്മളിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന പുതിന ലീഫൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഒരു ഐസ്ക്രീം ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈയോടെ തന്നെ അത് ചെയ്തതാട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോകും. നല്ല ഫ്രഷായിട്ട് ലീവ്സ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ടിഷ്യൂ പേപ്പർ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് പുതിനയില വെച്ചിട്ട് മേലെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ച് കൊടുത്താൽ മതി. നല്ല കുറേ നാൾ കേടാവാതിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പുതിനയിലയും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ
ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.